മലപ്പുറം കോഡൂരിൽ തീപിടുത്തം. കോഡൂർ പഞ്ചായത്ത് മാലിന്യ സംഭരണ കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത്. തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. സ്വാലി, ഒരു ആശങ്കാജനകമായ സാഹചര്യമാണോ ഇപ്പോഴുള്ളത്, അതോ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? മനു, തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമാണ്. വലിയ ആശങ്കയുടെ സാഹചര്യങ്ങളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ഒരു കെട്ടിടമാണ്. ഒരു പഞ്ചായത്തിൻ്റെ, കോഡൂർ പഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണ കേന്ദ്രമാണിത്. ഇതിനകത്ത് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിവെച്ച സ്ഥലത്താണ് ഈ വലിയ തോതിൽ തീ പടരുന്നത്. രാവിലെ എത്തിയ തൊഴിലാളികൾ തന്നെയാണ് ഇത്തരത്തിൽ ഈ പുക ഉയരുന്നത് കണ്ടത്. തൊട്ടടുത്ത പുഴയാണ്. അതോടൊപ്പം തന്നെ ഈ കെട്ടിടം ഏതാണ്ട് പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. ഈ ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ഒക്കെ ആവാനുള്ള ഒരു സാധ്യതയാണ് പ്രാഥമികമായി കാണുന്നത്. തീ ഇപ്പോൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ പുറത്ത് ഇത് മാലിന്യം കൂട്ടിയിട്ട ഭാഗത്ത് തീയുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തും ചെറുതായി തീയുണ്ട്. ഫയർഫോഴ്സിൻ്റെ 2 യൂണിറ്റ് എത്തി ഈ തീ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശവാസികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ തൊട്ടടുത്താണോ വീട്? തൊട്ടടുത്താണ്. എവിടെയാണ് വീട്? വീട് ചെമ്മങ്കടവ്. ഈ പുക കണ്ടിട്ട് വന്നതാണോ? അതെ അതെ. എത്ര നേരമായി ഇത് തുടങ്ങി? ഏകദേശം 1 മണിക്കൂറോളമായി. പുറത്തുനിന്നാണ് തുടങ്ങിയതെന്നാണ് പറയുന്നത്. എന്തായിരിക്കും ഒരു കാരണം? എന്തായിരിക്കും ഇത്? ഗ്യാസ് ലൈറ്ററുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ചൂടായിട്ട് പൊട്ടിയതാവാം. അങ്ങനെ കത്തിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, തീർച്ചയായും ഈ ചൂട് കൂടുതലാവാം ഇത്തരത്തിലൊരു തീ പടരാനുള്ള ഒരു കാരണം എന്നാണ് ഇപ്പോൾ കരുതുന്നത്. ഏതായാലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് വലിയ തോതിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. മനു, ശരി. സ്വാലിഹ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നു, ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വിവരങ്ങളാണ് സ്വാലിഹ് നൽകിയത്.